എല്ലാ കൂട്ടുകാർക്കും സ്മാർട്ട് ക്ലാസ് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2023 ഡിസംബർ മാസത്തിലെ ആനുകാലിക ചോദ്യങ്ങളാണ്. ഇത് ക്വസ്റ്റ്യൻസ് ധാരാളമുണ്ട്. നമ്മൾ 2-3 പാർട്ടായിട്ടായിരിക്കും ചെയ്യുന്നത്. ഇത് ആദ്യത്തെ പാർട്ടാണ്. ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനകരമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. 2023 ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര സമാധാന പുരസ്കാരം ലഭിച്ചവർ: ഡാനിയൽ ബാരൻബോയി, അലി അബു അബ്ബാദ്. ആർക്കൊക്കെയാണ്? ഡാനിയൽ ബാരൻബോയി, അലി അബു അബ്ബാദ്. ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം അവസാനിപ്പിച്ച് സൗഹാർദ്ദം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതിനാണ് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര സമാധാന പുരസ്കാരം ഇവർക്ക് ലഭിച്ചത്. 33ാമത്തെ വ്യാസ് സമ്മാൻ പുരസ്കാരം 2023 ലഭിച്ച പ്രശസ്ത ഹിന്ദി സാഹിത്യകാരി പുഷ്പ ഭാരതി. അപ്പോൾ 33ാമത്തെ വ്യാസ് സമ്മാനം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഒരു പ്രശസ്ത ഹിന്ദി സാഹിത്യകാരിക്കാണ്. അവരുടെ പേരെന്താണ്? പുഷ്പ ഭാരതി. പുഷ്പ ഭാരതിയുടെ 2016 ഓർമ്മക്കുറിപ്പായ യാദീൻ യാദീൻ ഔർ യാദീൻ, യാദീൻ യാദീൻ ഔർ യാദീൻ എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ വൈദ്യുത സൗരോർജ ബോട്ട് ബറാക്കുഡ. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ വൈദ്യുത സൗരോർജ ബോട്ടാണ് ബറാക്കുഡ. കൊച്ചി ആസ്ഥാനമായ മറൈൻ ഡെക്ക് കമ്പനി നവാൾട്ടാണ് ബോട്ട് നിർമ്മിച്ചത്. 2023 ഡിസംബറിൽ പ്രാബല്യത്തിൽ വന്ന സ്റ്റോപ്പ് ക്ലോക്ക് നിയമം ഏതു കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. കേംബ്രിഡ്ജ് ഡിക്ഷണറി 2023 വാക്കായി തിരഞ്ഞെടുത്തത് ഹാലൂസിനേറ്റ്. കേംബ്രിഡ്ജ് ഡിക്ഷണറി 2023 വാക്കായി തിരഞ്ഞെടുത്തത് ഹാലൂസിനേറ്റ്. സർക്കാർ ആരോഗ്യ പരിചരണ കേന്ദ്രങ്ങളിലെ സേവനങ്ങളെ ഒറ്റ പ്ലാറ്റ്ഫോമിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പദ്ധതിയാണ് ഇ ഹെൽത്ത്. സിയാച്ചിനിലേക്ക് നിയമിക്കപ്പെട്ട ആദ്യ വനിതാ ഓഫീസർ ക്യാപ്റ്റൻ ശിവ ചൗഹാൻ. സിയാച്ചിനിലേക്ക് നിയമിക്കപ്പെട്ട ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസറാണ് ക്യാപ്റ്റൻ ഗീതിക കൗൾ. ഇവിടെ ശ്രദ്ധിച്ചു പഠിക്കുക. സിയാച്ചിനിലേക്ക് നിയമിക്കപ്പെട്ട ആദ്യ വനിതാ ഓഫീസറാണ് ക്യാപ്റ്റൻ ശിവ ചൗഹാൻ എങ്കിൽ സിയാച്ചിനിലേക്ക് നിയമിക്കപ്പെട്ട ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസറാണ് ക്യാപ്റ്റൻ ഗീതിക കൗൾ. സിയാച്ചിനിൽ ഓപ്പറേഷൻ പോസ്റ്റിൽ നിയമിക്കപ്പെട്ട ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസറാണ് ക്യാപ്റ്റൻ ഫാത്തിമ വസീം. എന്താണ്? സിയാച്ചിനിൽ ഓപ്പറേഷൻ പോസ്റ്റിൽ നിയമിക്കപ്പെട്ട ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസറാണ് ക്യാപ്റ്റൻ ഫാത്തിമ വസീം. 2023 ഡിസംബറിൽ പുനഃപ്രകാശനം ചെയ്യുന്ന കീഴരിയൂർ ബോംബ് കേസിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട പുസ്തകമാണ് ഇരുമ്പഴിക്കുള്ളിൽ. ഇത് ആരുടെ പുസ്തകമാണ്? VA കേശവൻ നായർ. VA കേശവൻ നായരുടെ പുസ്തകമാണ് ഇരുമ്പഴിക്കുള്ളിൽ. 2024 ജനുവരി രാജ്യാന്തര സ്പോർട്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം കേരളം. 2024 ജനുവരി മുതൽ വിദേശ സഞ്ചാരികൾക്കായി വിസ നിയന്ത്രണം ഒഴിവാക്കുന്ന ആഫ്രിക്കൻ രാജ്യമാണ് കെനിയ. ഛത്തീസ്ഗഡിന്റെ പുതിയ മുഖ്യമന്ത്രി വിഷ്ണു ദേവ് സായ്. മധ്യപ്രദേശിന്റെ പുതിയ മുഖ്യമന്ത്രിയാണ് മോഹൻ യാദവ്. രാജസ്ഥാന്റെ പുതിയ മുഖ്യമന്ത്രിയാണ് ഭജൻലാൽ ശർമ്മ. തെലുങ്കാനയുടെ പുതിയ മുഖ്യമന്ത്രിയാണ് രേവന്ത് റെഡ്ഡി. മിസോറാമിന്റെ പുതിയ മുഖ്യമന്ത്രിയാണ് ലാൽ ദുഹോമ. ഇനിയുള്ള എക്സാമിന് ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ്. 5 സംസ്ഥാനത്ത് പുതിയ മുഖ്യമന്ത്രിമാര് വന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്നുകൂടി നമ്മൾക്ക് നോക്കാം. ഛത്തീസ്ഗഡിന്റെ പുതിയ മുഖ്യമന്ത്രിയാണ് വിഷ്ണുദേവ് ദേശായി. അതേപോലെ മധ്യപ്രദേശിന്റെ പുതിയ മുഖ്യമന്ത്രിയാണ് മോഹൻ യാദവ്. രാജസ്ഥാന്റെ പുതിയ മുഖ്യമന്ത്രിയാണ് ഭജൻലാൽ ശർമ്മ. തെലുങ്കാനയുടെ പുതിയ മുഖ്യമന്ത്രിയാണ് രേവന്ത് റെഡ്ഡി. മിസോറാമിന്റെ പുതിയ മുഖ്യമന്ത്രിയാണ് ലാൽ ദുഹോമ. ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് ഇനിയുള്ള എക്സാമിന് പ്രതീക്ഷിക്കാം. കടൽ തീരങ്ങളുള്ള തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിൽ ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചായത്താണ് കടലുണ്ടി.
ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു വായിക്കുക. കടൽ തീരങ്ങളുള്ള തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിൽ ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചായത്താണ് കടലുണ്ടി. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയായ പ്രണബ് മുഖർജിയെ കുറിച്ച് പ്രണബ് മൈ ഫാദർ എന്ന പുസ്തകം എഴുതിയത് അദ്ദേഹത്തിന്റെ മകള് ആരാണ്? ശർമിഷ്ഠ മുഖർജി. പുസ്തകത്തിന്റെ പേരെന്താണ്? പ്രണബ് മൈ ഫാദർ. പുസ്തകത്തിന്റെ പേരുകൂടി ഓർത്തു വെക്കണം. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയായ പ്രണബ് മുഖർജിയെ കുറിച്ച് പ്രണബ് മൈ ഫാദർ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ശർമിഷ്ഠ മുഖർജി. ഗൂഗിൾ 2023 ഡിസംബറിൽ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ 25 വർഷത്തിനിടെ ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ തിരഞ്ഞ ലോക ക്രിക്കറ്ററാണ് വിരാട് കോഹ്ലി. ലോക മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. 2023 ലോക മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം എല്ലാവർക്കും സ്വാതന്ത്ര്യം, തുല്യത, നീതി. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. 2023 ലോക മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയമാണ് എല്ലാവർക്കും സ്വാതന്ത്ര്യം, തുല്യത, നീതി. കേരളത്തിലെ മൃഗാശുപത്രികളിൽ നടന്ന ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായി വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ വൈറ്റ് സ്കാൻ. പ്രഥമ ആണവോർജ ഉച്ചകോടിയുടെ വേദി ബ്രസൽസ് ആണ്. ബെൽജിയത്തിലെ ബ്രസൽസ് ആണ് പ്രഥമ ആണവോർജ ഉച്ചകോടിയുടെ വേദി. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആദ്യത്തെ ഉച്ചകോടി ആയതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രഥമ ആണവോർജ ഉച്ചകോടിയുടെ വേദിയാണ് ബ്രസൽസ്. എവിടെയാണ്? ബെൽജിയത്തിലെ ബ്രസൽസ്. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 370 കേന്ദ്രം റദ്ദാക്കിയ തീരുമാനം സുപ്രീം കോടതി ശരിവെച്ച തീയതി 2023 ഡിസംബർ 11. എന്താണ്? ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 370 കേന്ദ്രം റദ്ദാക്കിയ തീരുമാനം സുപ്രീം കോടതി ശരിവെച്ച തീയതിയാണ് 2023 ഡിസംബർ 11. പ്രസിദ്ധ കവയിത്രി സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി സുഗതവനം എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. കൽക്കട്ട രാജ്ഭവനിലാണ് സുഗതവനം പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. 2023 ദേശീയ ഊർജ കാര്യക്ഷമതാ പുരസ്കാരം നേടിയത് കേരളം. സൈപ്രസിൽ നിന്ന് സൈബീരിയൻ കടുവകളെ എത്തിച്ച പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിംഗിലാണ്. എന്താണ്? സൈപ്രസിൽ നിന്ന് സൈബീരിയൻ കടുവകളെ എത്തിച്ച പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക്. എന്താണ് പേര്? പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? വെസ്റ്റ് ബംഗാളാണ്. വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിംഗ്. ദേശീയ ഊർജ സംരക്ഷണ ദിനം ഡിസംബർ 14. 2023 ഡിസംബറിൽ ഭൗമസൂചിക പദവി ലഭിച്ച മേഘാലയയിലെ മഞ്ഞളാണ് ലെഖട്ടോങ്. 2023 ഡിസംബറിൽ ഭൗമസൂചിക പദവി ലഭിച്ച, അതായത് GI ടാഗ് ലഭിച്ച മേഘാലയയിലെ മഞ്ഞളാണ് ലെഖട്ടോങ്. USA, ബ്രിട്ടൻ, കാനഡ, ജപ്പാൻ, ഫ്രാൻസ് അടക്കം 29 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഡൽഹി. പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന്റെ വേദി ന്യൂഡൽഹി. ലോകത്ത് ആദ്യമായി നിർമ്മിത ബുദ്ധിയുടെ നിയന്ത്രണത്തിനായി നിയമം കൊണ്ടുവരാൻ ഒരുങ്ങുന്നത് യൂറോപ്യൻ യൂണിയൻ. എന്താണ്? ലോകത്ത് ആദ്യമായി നിർമ്മിത ബുദ്ധിയുടെ നിയന്ത്രണത്തിനായി നിയമം കൊണ്ടുവരാൻ ഒരുങ്ങുന്നത് യൂറോപ്യൻ യൂണിയൻ. മലയാളികളുടെ സ്വന്തം ഫുഡ് ഡെലിവറി ആപ്പ് ലൈലോ. ലൈലോയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച മലയാളിയാണ് ജോയിസ് സെബാസ്റ്റ്യൻ. അന്താരാഷ്ട്ര പർവ്വത ദിനം ഡിസംബർ 11. 2023 അന്താരാഷ്ട്ര പർവ്വത ദിനത്തിന്റെ പ്രമേയമാണ് റീസ്റ്റോറിംഗ് മൗണ്ടെയിൻ എക്കോസിസ്റ്റം. അതായത് പർവ്വതങ്ങളുടെ ആവാസ വ്യവസ്ഥയെ പുനഃസ്ഥാപിക്കുക. 67 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 7. ഓർത്തുവെക്കാൻ വലിപ്പത്തിൽ 7ാം സ്ഥാനമാണ്. അതേപോലെ 67 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 7.
ബംഗളൂരുവിൽ നടന്ന ലോക ക്ലബ് വോളിബോൾ ടൂർണമെന്റിൽ കിരീടം നേടിയ ഇറ്റാലിയൻ ക്ലബ്ബാണ് സർ സിക്കോമ പെറൂജിയ. നവകേരള മിഷന്റെ ഭാഗമായി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി സഹകരിച്ച് ഹരിത കേരളം മിഷൻ നടപ്പിലാക്കുന്ന ഡിജിറ്റൽ മാപ്പിംഗ് പദ്ധതിയാണ് ഉറവ തേടി. അടുത്തിടെ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതമാണ് ഇബു. എവിടെയാണ്? ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതമാണ് ഇബു. ഇന്ത്യ വിയറ്റ്നാം ചേർന്നുള്ള സൈനിക അഭ്യാസം ബിൻബാക്സ് 2023 വേദി ഹനോയ്. വിയറ്റ്നാമിന്റെ തലസ്ഥാനമാണ് ഹനോയ്. അന്താരാഷ്ട്ര ആരോഗ്യ പരിരക്ഷാ ദിനം ഡിസംബർ 12. സുരക്ഷിത ഭക്ഷണത്തിനുള്ള ഈറ്റ് റൈറ്റ് സർട്ടിഫിക്കറ്റ് ലഭിച്ച രാജ്യത്തെ 114 റെയിൽവേ സ്റ്റേഷനുകളിൽ കൂടുതലുള്ള സംസ്ഥാനം കേരളം. സുരക്ഷിത ഭക്ഷണത്തിനുള്ള ഈറ്റ് റൈറ്റ് സർട്ടിഫിക്കറ്റ് ലഭിച്ച രാജ്യത്ത് 114 റെയിൽവേ സ്റ്റേഷനുകളിൽ കൂടുതലുള്ള സംസ്ഥാനമാണ് കേരളം. 2024 അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയാകുന്നത് തിരുവനന്തപുരം. മൂന്നാമത്തെ പി ഗോവിന്ദപിള്ള ദേശീയ പുരസ്കാരം 2023 ലഭിച്ചത് അരുന്ധതി റോയ്. 25 വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഗൂഗിളിൽ തിരഞ്ഞ കായിക താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടത്തിയത് കടലിനടിയിൽ വച്ചാണ്. ഈ പുസ്തകം എഴുതിയത് അരുൺ അലോഷ്യസ്. എന്താണ്? പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം പ്രകാശനം നടത്തിയത് എവിടെ വെച്ചിട്ടാണ്? കടലിനടിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഈ പുസ്തകം എഴുതിയത് ആരാണ്? അരുൺ അലോഷ്യസ്. 17ാമത് ലോക്സഭയിലെ മികച്ച അംഗത്തിനുള്ള സൻസദ് മഹാരത്ന അവാർഡ് 2023 അർഹനായത് NK പ്രേമചന്ദ്രൻ. അപ്പോൾ NK പ്രേമചന്ദ്രന് 3ാം തവണയാണ് പുരസ്കാരം ലഭിക്കുന്നത്. ഓർത്തുവെക്കുക, MK പ്രേമചന്ദ്രന് 3ാം തവണയാണ് എന്ത് പുരസ്കാരം ലഭിക്കുന്നത്? സൻസദ് മഹാരത്ന അവാർഡ്. US ആസ്ഥാനമായ മോർണിംഗ് കൺസൾട്ട് നടത്തിയ സർവേയിൽ സ്വന്തം രാജ്യത്ത് ജനപ്രീതിയിൽ 1ാം സ്ഥാനത്തെത്തിയ ലോക നേതാവ് നരേന്ദ്രമോദി. സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുന്ന പുതിയതും സമഗ്രവുമായ നിയമമാണ് കേരള പൊതുജനാരോഗ്യ നിയമം 2023. രാജ്യത്ത് ആദ്യമായി പൂർണ്ണമായി സ്ത്രീലിംഗത്തിൽ എഴുതിയ ആദ്യ നിയമമാണ് പൊതുജനാരോഗ്യ നിയമം 2023. 2023 ഡിസംബറിൽ അന്തരിച്ച CPI സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകൻ കാനം രാജേന്ദ്രൻ. 2023 ഡിസംബറിൽ മുംബൈയിൽ നടന്ന ലേലത്തിൽ വിൽക്കപ്പെട്ട രവിവർമ്മയുടെ ചിത്രങ്ങൾ കൃഷ്ണനും രുക്മിണിയും, ദത്തത്രേയ, രാമനും സീതയും ലക്ഷ്മണനും സരയൂ നദി കടക്കുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ തുടർ വിദ്യാഭ്യാസ പദ്ധതിയായ സമന്വയയ്ക്ക് തുടക്കം കുറിച്ച സർവകലാശാല ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല. ആഗോള ധനകാര്യ പ്രസിദ്ധീകരണമായ ഫിനാൻഷ്യൽ ടൈംസിന്റെ ഭാഗമായ ദി ബാങ്കർ നൽകുന്ന ബാങ്ക് ഓഫ് ദി ഇയർ അവാർഡ് 2023 ലഭിച്ച് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്കായി മാറിയത് ഫെഡറൽ ബാങ്ക്. ഐക്യരാഷ്ട്ര സംഘടനയുടെ കുട്ടികളുടെ വിഭാഗമായ യൂണിസെഫിന്റെ യൂത്ത് കണ്ടന്റ് ക്രിയേറ്ററായി കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഏക വിദ്യാർത്ഥിയാണ് S. ഉമ. യൂണിസെഫിന്റെ ആസ്ഥാനം ന്യൂയോർക്ക്. മികച്ച സ്പോർട്സ് ലീഡറിനുള്ള സ്പോർട്സ് ബിസിനസ് ലീഡർ ഓഫ് ദ ഇയർ അവാർഡ് ലഭിച്ചത് ജയ്ഷ. മികച്ച സ്പോർട്സ് ലീഡറിനുള്ള സ്പോർട്സ് ബിസിനസ് ലീഡർ ഓഫ് ദ ഇയർ അവാർഡ് ലഭിച്ചത് ജയ്ഷ. PV സ്വാമിയുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ ഇൻഡസ്ട്രിയൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ പുരസ്കാരത്തിന് അർഹനായ മലയാള സിനിമാ താരം മോഹൻലാൽ.
2023 ഇറ്റലിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള ഓർഡർ ഓഫ് മെറിറ്റ് ലഭിച്ച ചലച്ചിത്ര നടൻ കബീർ ബേദി. 28ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവം, അതായത് IFFK 28ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവം സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് ജേതാവായ കെനിയൻ സംവിധായകൻ വനൂരി കഹിയു. അതായത് 28ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവം, അതായത് IFFK, ഇതില് സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് ജേതാവായ കെനിയൻ സംവിധായകനാണ് വനൂരി കഹിയു. 2023 ഡിസംബറിൽ സ്ത്രീകൾക്ക് 33% സീറ്റുകൾ സംവരണം ചെയ്യുന്ന ബിൽ പാസാക്കിയ നിയമസഭയാണ് ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീരിലെ യൂത്ത് വോട്ടർ അവയർനെസ് അംബാസിഡറായി അടുത്തിടെ നിയമിക്കപ്പെട്ട മുൻ ക്രിക്കറ്റ് താരം സുരേഷ് റെയ്ന. വികസനത്തിന്റെ ഭാഗമായി സമഗ്ര ആസൂത്രണത്തിന് ജില്ലയുടെ കൃത്യമായ വിവരങ്ങൾ ലഭ്യമാക്കാൻ ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകൾ സംയുക്തമായി നടത്തുന്ന വിവര സഞ്ചയിക പദ്ധതി നടപ്പിലാക്കുന്ന ജില്ലയാണ് കണ്ണൂർ. നിർമ്മിത ബുദ്ധിയുടെ നിയന്ത്രണത്തിനായി നിയമം കൊണ്ടുവരാൻ ഒരുങ്ങുന്നത് യൂറോപ്യൻ യൂണിയൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. 75ാമത് സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഭാഗമായി അമൃതകാൽ 2047 മിഷന്റെ ഭാഗമായ തുറമുഖം വിഴിഞ്ഞം. അപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ഖാദി ബോർഡിന്റെ 5ാമത്തെ ഘട്ടം എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വിഴിഞ്ഞുമായി ബന്ധപ്പെട്ട് ചോദിച്ചു. വിഴിഞ്ഞം ഏത് താലൂക്കിലാണ്? അതായത് കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏതു താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? കറക്റ്റ് ആൻസർ ഏതാണ്? നെയ്യാറ്റിൻകര. നെയ്യാറ്റിൻകര താലൂക്കിലാണ് വിഴിഞ്ഞം പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ചീറ്റ ബ്രീഡിംഗ് സെന്റർ സ്ഥാപിക്കുന്ന ബെന്നി പുൽമേടുകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗുജറാത്ത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെ പെൻഷൻ മാസ്റ്ററിംഗിലെ സേവനം പരിഗണിച്ച് 2023 നാഷണൽ ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ പുരസ്കാരം നേടിയ കേരള സർക്കാർ പദ്ധതിയാണ് അക്ഷയ. ജനങ്ങൾക്ക് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടു പരാതി നൽകാൻ പ്രജാദർബാർ എന്ന പേരിൽ ജനസമ്പർക്ക പരിപാടി ആരംഭിച്ച സംസ്ഥാനം തെലുങ്കാന. വനിതാ IPLൽ മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കിയ മലയാളി താരം സജിന സജീവ്. വനിതാ IPLൽ മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കിയ മലയാളി താരമാണ് സജിന സജീവ്. രാജ്യത്തെ സ്ത്രീകളുടെ നേതൃപാടവം വർദ്ധിപ്പിക്കാൻ അക്ഷയ മാതൃകയിൽ ഓൺലൈൻ സേവനങ്ങൾ നൽകുന്ന സംവിധാനമാണ് കോമൺ സർവീസ് സെന്റർ. ലോകത്തെ ശക്തരായ വനിതകളുടെ ഫോർബ്സ് പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഇടം പിടിച്ചവരുടെ എണ്ണം 4. എന്താണ്? ലോകത്തെ ശക്തരായ വനിതകളുടെ ഫോർബ്സ് പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഇടം പിടിച്ചവരുടെ എണ്ണം 4. ആരൊക്കെയാണ് അവര്? കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ, HCL കോർപ്പറേഷൻ CEO റോഷ്നി നാടാർ മൽഹോത്ര, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയർപേഴ്സൺ സോമ മൊണ്ടൽ, ബയോകോൺ സ്ഥാപക കിരൺ മഞ്ജുദാർ ഷാ. അപ്പോൾ ലോകത്തെ ശക്തരായ വനിതകളുടെ ഫോർബ്സ് പട്ടികയിൽ ഇടം നേടിയ 4 ഇന്ത്യൻ വനിതകളുണ്ട്. ആരൊക്കെയാണ് അവരൊക്കെ? ഒന്ന് നമ്മളുടെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ, രണ്ടാമത്തെ ആള് HCL കോർപ്പറേഷൻ CEO റോഷ്നി നടാർ മൽഹോത്ര, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയർപേഴ്സൺ സോമ മൊണ്ടൽ, ബയോകോൺ സ്ഥാപക കിരൺ മഞ്ജുദാർ ഷാ. IPL ടീം പഞ്ചാബ് കിങ്സിന്റെ ക്രിക്കറ്റ് ഡെവലപ്മെന്റ് തലവനായി നിയമിതനായ മുൻ ഇന്ത്യൻ താരമാണ് സഞ്ജയ് ബാങ്കർ. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ 98ാമത് ദേശീയ മീറ്റ് തരംഗ് വേദി തിരുവനന്തപുരം ജില്ലയിലെ കോവളമാണ്. ഗ്രാമപഞ്ചായത്തുകളെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയം പുറത്തിറക്കിയ ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം GIS, അതായത് GIS ആപ്ലിക്കേഷൻ ഏതാണ്? ഗ്രാം മൺചിത്ര. അടുത്തിടെ യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഗുജറാത്തിലെ പ്രസിദ്ധമായ നൃത്തരൂപമാണ് ഗർഭ നൃത്തം.
28ാമത്തെ UN ആഗോള കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി ദുബായ്. 2025 UN ആഗോള കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി ബ്രസീൽ. 2025 UN ആഗോള കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി ബ്രസീൽ. ടൈം വാരികയുടെ 2023 വ്യക്തിയായി തിരഞ്ഞെടുക്കപ്പെട്ട US പോപ്പ് ഗായിക ടൈലർ സ്വിഫ്റ്റ്. കണ്ണൂർ സർവകലാശാല പുതിയ വൈസ് ചാൻസലറായി നിയമിതനായത് S ബിജോയ് നന്ദൻ. പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കണ്ണൂർ സർവകലാശാല പുതിയ വൈസ് ചാൻസലറായി നിയമിതനായത് S ബിജോയ് നന്ദൻ. അടുത്തിടെ അന്തരിച്ച പ്രമുഖ സാമ്പത്തിക വിദഗ്ധനും അധ്യാപകനുമായ വ്യക്തി ഡോക്ടർ M കുഞ്ഞാമൻ. ഡോക്ടർ M കുഞ്ഞാമന്റെ ആത്മകഥയുടെ പേര് എതിര്. 54ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സുവർണ മയൂരം നേടിയ പേർഷ്യൻ ചിത്രം എൻഡ്ലെസ് ബോർഡേഴ്സ്. ഇതിന്റെ സംവിധായകൻ അബ്ബാസ് അമിനി. 28ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന്റെ മുഖ്യ അതിഥി നാനാ പട്ടേക്കർ. 2023 ഡിസംബറിൽ ലോകത്തെ ഏറ്റവും ആകർഷണീയമായ 24 ടെക് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ നഗരമാണ് തിരുവനന്തപുരം. 54ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സത്യജിത്ത് ലൈഫ് ടൈം പുരസ്കാരം നേടിയ സംവിധായകൻ മൈക്കൽ ഡഗ്ലസ്. 54ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സത്യജിത്ത് ലൈഫ് ടൈം പുരസ്കാരം നേടിയ സംവിധായകൻ മൈക്കൽ ഡഗ്ലസ്. കാലുകൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിക്കുന്ന ഏഷ്യയിലെ ആദ്യ വനിത ജിലുമോൾ ഇടുക്കി സ്വദേശിനിയാണ്. 2023 അണ്ടർ 17 ലോകകപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കളാണ് ജർമ്മനി. കേരളത്തിലെ ഏറ്റവും വലിയ ആഡംബര യാത്രാ നൗക ക്ലാസിക് ഇംപീരിയൽ. റെയിൽ പാളങ്ങളിൽ കാട്ടാനകളുടെ സാന്നിധ്യം തിരിച്ചറിയാൻ റെയിൽവേ തദ്ദേശീയമായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യ ഗജരാജ സുരക്ഷാ പദ്ധതി. പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും സൗജന്യമായി വീട്ടിലെത്തിക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് മാതൃയാനം. താങ്ക് യു.